എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകളുടെ ജനനേന്ദ്രിയ രോമത്തെക്കുറിച്ച് അധികം ആരും അറിയാത്ത 5 കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്ത്രീ ജനനേന്ദ്രിയ രോമങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം സ്ത്രീ ജനനേന്ദ്രിയ രോമങ്ങളെക്കുറിച്ച് തുറന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു അറിവ് തേടേണ്ട കാര്യമാണ്. ഇത് ദോഷകരമായ സൗന്ദര്യ നിലവാരങ്ങളെ വെല്ലുവിളിക്കാനും വ്യക്തികളെ അവരുടെ ചമയ രീതികളെക്കുറിച്ച് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കാനും സഹായിക്കുന്നു. സ്ത്രീ ജനനേന്ദ്രിയ രോമത്തെക്കുറിച്ചുള്ള സാംസ്കാരികവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകൾ. വ്യത്യസ്ത സംസ്കാരങ്ങളും സമൂഹങ്ങളും സ്ത്രീ ജനനേന്ദ്രിയ രോമത്തെക്കുറിച്ച് വ്യത്യസ്ത വിശ്വാസങ്ങളാണ് പുലർത്തുന്നത്. ചിലർ അതിനെ പക്വതയോടെ സ്വാഭാവികവും പ്രധാനപ്പെട്ടതുമായ ഒരു വശമായി കാണുമ്പോൾ മറ്റുള്ളവർ അതിനെ അശുദ്ധമോ അനഭിലഷണീയമോ ആയി കണക്കാക്കപ്പെടുന്നു. ഈ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുന്നത് ശരീരത്തിന്റെ പോസിറ്റിവിറ്റി വളർത്തുകയും സ്റ്റീരിയോ ടൈപ്പുകളെ തകർക്കുകയും ചെയ്യുന്നു. അതെ, സ്ത്രീ ജനനേന്ദ്രിയെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഒരുപാടുണ്ട്. ഇത് വൃത്തിഹീനമാണെന്നോ വൃത്തിക്ക് അത് നീക്കം ചെയ്യേണ്ടതുണ്ടെന്നോ പലരും വിശ്വസിക്കും. സത്യത്തിൽ ഗുഹ്യഭാഗത്തെ മുടി ഒരു സംരക്ഷണ തടസ്സമായി വർത്തിക്കുകയും ബാക്ടീരിയകളുടെ ആരോഗ്യകരമായ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, ഘർഷണം, ചൊറിച്ചിൽ സാധ്യതയുള്ള അണുബാധകൾ എന്നിവയിൽ നിന്നും സെൻസിറ്റീവ് ഏരിയകളെ സംരക്ഷിക്കുന്നതിൽ സ്ത്രീ ജനനേന്ദ്രിയ രോമങ്ങൾക്ക് ഒരു പങ്കുണ്ട്. താപനിലയും ഈർപ്പവും നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. എങ്കിലും അമിതമായ രോമ വളർച്ചയ്ക്കോ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കോ പ്രത്യേക ഗ്രൂമിംഗ് രീതികളും ആവശ്യമായി വന്നേക്കാം. സ്ത്രീകളുടെ ജനനേന്ദ്രിയ രോമം നീക്കം ചെയ്യുന്നതിനോ ട്രിം ചെയ്യുന്നതിനോ പരിപാലിക്കുന്നതിനോ ഉള്ള തീരുമാനം തികച്ചും വ്യക്തിപരമാണ്. അതെ, ശരിയായതോ തെറ്റായതോ ആയ സമീപനം ഇല്ലെന്ന് തിരിച്ചറിയേണ്ടതും പ്രധാനമാണ്. സ്ത്രീ ജനനേന്ദ്രിയ രോമങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ രീതിയിൽ ലൈംഗിക അനുഭവങ്ങളെ സ്വാധീനിക്കും. അതുപോലെ തന്നെ സ്ത്രീ ജനനേന്ദ്രിയ രോമങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ രീതിയിൽ ലൈംഗിക അനുഭവങ്ങളെ സ്വാധീനിക്കും. ഇതിന് ഉത്തേജക സംവേദനങ്ങൾ നൽകാനോ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുവാനോ കഴിയും. പങ്കാളികൾ തമ്മിലുള്ള തുറന്ന ആശയവിനിമയവും സമ്മതവും മുൻഗണനകൾ മനസ്സിലാക്കുന്നതിനും അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനും നിർണായകമാണ്. അതെ, ഇത്തരം രോമങ്ങൾ പലപ്പോഴും നിശബ്ദതയും തെറ്റിദ്ധാരണകളും കൊണ്ട് ചുറ്റിപ്പട്ടിരിക്കും. ഈ വിഷയം തുറന്ന് ചർച്ച ചെയ്യുന്നതിലൂടെ നമുക്ക് സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാനും ധാരണ, സ്വീകാര്യത, ശരീര പോസിറ്റിവിറ്റി എന്നിവ പ്രോത്സാഹിപ്പിക്കാനും കഴിയും.